എറണാകുളം അങ്കമാലി അതിരൂപത തർക്കം പുതിയ തലങ്ങളിൽ എത്തി നിൽക്കുന്നു. മാർ ബോസ്കോ പുത്തൂരിന്റെ നിർദ്ദേശങ്ങൾ ചുണങ്ങംവേലി നിവേദിതയിൽ നടത്തിയ വിമത വൈദികരുടെ സമ്മേളനത്തിലും പിന്നീട് റിന്യൂവൽ സെന്ററിൽ നടത്തിയ വിമത ആത്മാരുടെ മീറ്റിംഗിന് ശേഷവും അവർ എത്തിച്ചേർന്ന തീരുമാനം ഈ രണ്ടു കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടത്തി കിട്ടുന്നതിനാണ്. ഒന്നാമതായി ജനാഭിമുഖ കുർബാന സീറോ മലബാർ സഭയിൽ തന്നെ ഒരു വേരിയന്റായി അംഗീകരിക്കുക. രണ്ടാമതായി മാർപ്പാപ്പയ്ക്ക് കീഴിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായി എറണാകുളം അങ്കമാലി രൂപതയെ വേർതിരിക്കുക. നമുക്കറിയാം ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. കാരണം മാർപ്പാപ്പയോ പൗരസ്ത്യ കാര്യാലയമോ ഇത് രണ്ടും ഉറപ്പായും തള്ളിക്കളയും. അത് കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുക? ഇവർ കത്തോലിക്ക സഭയിൽ നിന്നും സെപ്പറേറ്റ് ഗ്രൂപ്പായി പിരിഞ്ഞു പോകാൻ നിർബന്ധിതരാകും. അങ്ങനെ അവർ പോകുന്ന പോക്കിൽ സഭയുടെ സ്വത്തുക്കൾ, ബാങ്ക് ഡെപ്പോസിറ്റ്, നേർച്ച വസ്തുക്കൾ തുടങ്ങിയവ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ അവസരത്തിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ എന്ത് ചെയ്യണം? ഇതൊക്കെ വത്തിക്കാന്റെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. എത്രയും വേഗം രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്വതന്ത്ര ഏജൻസികളെ കൊണ്ട് ഓഡിറ്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. തട്ടിൽ പിതാവ് ആദ്യം ചെയ്യേണ്ടത് അതായിരുന്നു. പുത്തൂരിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വിമത കൂരിയായും പുത്തൂരും കൂടി വിമതർക്ക് എന്തിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ഇക്കാര്യത്തിലും കോടതിയെ സമീപിച്ച് മേൽ നടപടികൾക്കായി ഉത്തരവ് നേടേണ്ടതും അനിവാര്യമാണ്. സഭയുടെ സ്വത്തുക്കൾ മെത്രാന്റെ പേരിലല്ലേ? അപ്പോൾ ഒരു മെത്രാൻ ഇവരുടെ കൂടെ പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മെത്രാനെ വിമതർ കൊണ്ടുപോയാലും കാര്യമില്ല. മെത്രാനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയാൽ പിന്നെ മെത്രാന് സഭയുടെ സ്വത്തിന്റെ മേൽ യാതൊരു അവകാശവും ഇല്ല. അതായത് മാർപ്പാപ്പയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ അവകാശി. മെത്രാൻ ഒരു വൈദികനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയാൽ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന് പുറത്താക്കിയാൽ, പിന്നെ ആ വൈദികന് ആ പള്ളിയിൽ കയറാൻ പറ്റില്ല. മെത്രാന്റെ അധികാരത്തിന് കീഴിലുള്ള പള്ളിയിൽ ആ വൈദികൻ കയറാൻ ശ്രമിച്ചാൽ പിന്നെ അദ്ദേഹം കടന്നു കയറ്റക്കാരനാണ്. കേസ് കൊടുത്താൽ ആ വൈദികനെ എടുത്ത് അകത്തിടും. അതായത് നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തി കടന്നു കയറാൻ ശ്രമിച്ചാൽ നമ്മൾ കേസ് കൊടുത്താൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നത് പോലെ. മെത്രാന്റെ അധീനതയിലുള്ള സഭയുടെ വസ്തുവകയിൽ മെത്രാന്റെ അനുമതി ഇല്ലാതെ പ്രവേശിച്ചാൽ അവർ അകത്താകും. കത്തോലിക്ക സഭയിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭയിലേതുപോലെ സ്വത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ വിമതർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് പണം അടിച്ചു മാറ്റാനാണ്. അതുപോലും പിന്നീട് സഭ കേസ് കൊടുത്താൽ കണക്കിൽ ഉണ്ടായിരുന്ന പണമാണെങ്കിൽ അടിച്ചുകൊണ്ട് പോകുന്നവർ പിന്നെ കേസുമായി ജീവിതകാലം മുഴുവൻ നടക്കേണ്ടി വരും. ഇവിടെ മാർപ്പാപ്പ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ചില മെത്രാന്മാർ മാർപ്പാപ്പയെ അതിന് അനുവദിക്കുന്നില്ല. അതായത് മാർപ്പാപ്പ നടപടിയെടുക്കാൻ പോകുമ്പോൾ ചില മെത്രാന്മാർ ഞങ്ങൾ അവരെ പറഞ്ഞ് ശരിയാക്കാമെന്ന് പറഞ്ഞ് കരഞ്ഞു കാൽ പിടിക്കും. അല്ലാതെ മാർപ്പാപ്പയെ വേറെ രീതിയിൽ ഭീഷണിപ്പെടുത്തി അനുവദിക്കുന്നില്ല എന്നല്ല. കാരണം കത്തോലിക്ക സഭയിലെ പല മെത്രാന്മാരുടെയും പല രഹസ്യങ്ങളും ഈ വൈദികർക്കറിയാം. അതിനാൽ മെത്രാന്മാർക്ക് നടപടിയെടുക്കാൻ ഭയമാണ്. അവസാനം സംഭവിക്കാൻ പോകുന്നത് മെത്രാന്മാരുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് മാർപ്പാപ്പ നടപടിയെടുക്കും. ഏതെങ്കിലും മെത്രാൻ എതിർത്താൽ അവനെയും പുറത്താക്കും. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പുതിയൊരു സഭ ഉണ്ടാക്കുക എന്നതാണ്. അതിന് കോടിക്കണക്കിന് പണം ആവശ്യമാണ്. മാത്രമല്ല മാർപ്പാപ്പയെ ധിക്കരിച്ച് വിശ്വാസികൾ പോകില്ല എന്ന് ഉറപ്പാണ്. മറ്റ് സഭകളിൽ ചേരാമെന്ന് വെച്ചാൽ ഇവരെ ആരും അടുപ്പിക്കാനും പോകുന്നില്ല. കാരണം ഇവരെ അടുപ്പിച്ചാൽ ഇവർ അവിടെയും കലാപം ഉണ്ടാക്കുമെന്നറിയാം. മാത്രമല്ല സ്വത്തും പള്ളിയും സ്ഥാപനങ്ങളും കൂടെ വിശ്വാസികളും ഇല്ലാത്ത ഇവരെ ഏറ്റെടുക്കുന്നവർക്ക് എന്തു ഗുണം? പിന്നെ ബിലീവേഴ്സ് ചർച്ച് പോലെയോ പെന്തക്കോസ്ത് സഭ പോലെയോ ഉള്ളിടത്ത് വല്ല പോസ്റ്ററായി പ്രവർത്തിക്കാം. ഇതൊക്കെ വിമതരുടെ നേതാക്കൾക്കറിയാം, പ്രത്യേകിച്ച് മുണ്ടാടന്. പിന്നെ അണികൾ ഇങ്ങനെ മീറ്റിംഗ് നടത്തി ഇതൊക്കെ വിളിച്ചു കൂവുന്നു എന്നേ ഉള്ളൂ. കണക്കിൽപ്പെടാത്ത പണം ഇവർ അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന പണവും ഇവർ ഇപ്പോൾ കണക്കിൽ പെടുത്തുന്നില്ല എന്ന് വേണം കരുതാൻ. എങ്കിലല്ലേ അടിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ.